ഇനി ബൾബുകളുടെ ആവശ്യമില്ലാതെ കോഴിയെ വളർത്താനുള്ള ഒരു പുതിയ ടെക്നോളജിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്ക് ഈ ബൾബുകളുടെ ആവശ്യമേ ഇല്ല. അപ്പം കൈ വെച്ച് കഴിഞ്ഞാൽ കൈ ചൂടാവും. കൈ ചൂടുണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല, ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണാനുമില്ല. എൻ്റെ അടുത്ത് 2 ചാക്ക് ബൾബ് ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞു, അടിച്ചു ബൾബുകളല്ലേ. അങ്ങനെ മടുത്തിട്ടാണ് F0 വന്നിരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിക്ക് അടുത്ത് കൂരാച്ചുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് DreamLeaf Technologies. മുന്നേ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. റാക്കിംഗ് മെഷീൻ്റെ കോഴി ഫാമിൽ ഉപയോഗിക്കുന്ന ആ വീഡിയോ കണ്ടിൽ തീർച്ചയായിട്ടും പോയിട്ടൊന്ന് കാണണം കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജോബിന് ഇവിടെ ഇൻഫ്രാറെഡ് ബ്രൂഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ കോഴി കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ചൂട് കൊടുക്കാൻ പറ്റുന്ന പല രീതിയിലും ആ രീതിയിലുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് കാണാം. നേരെ ബ്രൂഡറിന്റെ വിശേഷങ്ങളിലേക്ക്. ജോബിനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊട്ട് മുന്നേ നമ്മൾ റാക്കിംഗ് മെഷീൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? നല്ല ഗംഭീരമായിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു അത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കന്നെ ഉപയോഗിക്കേണ്ട, ഫാമിൽ ഉപയോഗിക്കേണ്ട ബ്രൂഡർ അല്ലേ? ഓക്കെ, എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ? അതായത് ബ്രൂഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ ഓൾഡ് ചിക്സ്, അതായത് ഒന്നാമത്തെ ദിവസം മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഹീറ്റിംഗ് നമുക്ക് ഏകദേശം ഒരു 1ാമത്തെ ദിവസം മുതൽ 10ാമത്തെ ദിവസം വരെ പ്രോപ്പറായിട്ട് ഹീറ്റ് കൊടുക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ ബ്രൂഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലിപ്പം കൺവെൻഷനലായിട്ട് നമ്മുടെ ഫാമുകളിൽ ഉപയോഗിച്ച് വരുന്നത് ഇൻകാൻഡസെന്റ് ബൾബുകളാണ്, അതായത് നമ്മുടെ ഫിലമെന്റ് ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ബൾബ് ഇട്ടിട്ട് കോഴിക്ക് ചൂട് കൊടുക്കുക എന്നാണ്. പ്രോപ്പറായിട്ടുള്ള ചൂട് കൊടുക്കുക. അത് നമുക്ക് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത്, ടിഷ്യൂ ഗ്രോത്ത്, ഫെദർ ഗ്രോത്ത്, അതേപോലെ ഇമ്മ്യൂണിറ്റി, ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഈ പ്രോപ്പറായിട്ടുള്ള ഹീറ്റ് കിട്ടുന്നതിലാണ്. നിർബന്ധമായിട്ട് അത് കിട്ടിയിരിക്കണം. അതിപ്പം കൺവെൻഷനൽ ആയിട്ടുള്ള ഈ സിസ്റ്റത്തിൻ്റെ കുറച്ച് ഡ്രോബാക്ക് ഉണ്ട്. ഈ ബൾബ് ഒരു 2 ബാച്ച് കഴിയുമ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ഫെയിലിയർ ആവുക, അതേപോലെ തന്നെ അതിൻ്റെ ഹോൾഡർ ഫെയിലിയർ ആവുക, പിന്നെ അതേപോലെ അതിന് കൺട്രോളിംഗ് ഇല്ല. ഫുൾ ടൈം ബ്രൂഡിങ് കൊടുക്കുന്ന സമയത്തെല്ലാം ഇത് ഓൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് വളരെ ഭീമമായിട്ടുള്ളൊരു ബില്ല് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻഫ്രാറെഡ് ബ്രൂഡർ ഡെവലപ്പ് ചെയ്തത്. ഇൻഫ്രാറെഡിൽ തന്നെ പലതരത്തിലുള്ള വേവ് ലെങ്ത്തിലുള്ള ലൈറ്റുകളുണ്ട്. അതിൽ നമ്മൾ പേറ്റൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിന് ഈ കോഴികളുടെ ടിഷ്യൂ ഗ്രോത്ത്, ഫെദർ ഗ്രോത്ത്, ഇതിനെയൊക്കെ എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ഒരു പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോയമ്പത്തൂർ ഉമാപതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൗൾട്രി ഫാമിൽ നമ്മൾ ഏകദേശം 30,000 കോഴിയിൽ അവർ കൺവെൻഷനൽ ആയിട്ടുള്ള ചെയ്യുന്ന ബ്രൂഡിംഗ് സിസ്റ്റത്തിന് പാരലായിട്ട് നമ്മുടെ ഈ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഈ ബ്രൂഡിങ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അതിൽ ടെസ്റ്റിങ്ങിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അതായത് അതിൻ്റെ ഭാഗമായിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടു. അവർ അതിന് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈഫ് സ്പാനാണ്. നമുക്ക് ഏകദേശം ഒരു 75,000 മുതൽ 1,00,000 മണിക്കൂറാണ് ഈ ഇൻഫ്രാറെഡ് ഹീറ്റ് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഡിവൈസിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള കമ്പോണൻ്റ് ആണ് നമ്മുടെ ഇൻഫ്രാറെഡ് പർട്ടിക്കുലർ വേവ് ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് എലമെൻറ്റ്. അതോടൊപ്പം തന്നെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് കാണാം ഒരു തെർമോസ്റ്റാറ്റ് കാണാം. തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ മോഡ്യൂളാണിത്. ഇതിൻ്റെ ബാക്കിയുള്ള കൺട്രോളിങ് മോഡ്യൂൾസൊക്കെ മുകളിലാണ് വരുന്നത്. മുകളിലായിട്ട് ഇവിടെയായിട്ട് നമ്മുടെ എത്ര ടെമ്പറേച്ചറാണ് നമുക്ക് താഴെയുള്ള കോഴിക്ക് ലഭിക്കേണ്ടത് അത് നമുക്ക് ഈ കൺട്രോളറിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനാവശ്യമനുസരിച്ചുള്ള ടെമ്പറേച്ചർ മാത്രമേ നമ്മുടെ കോഴിക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റർ വർക്കാവുന്ന സമയത്തുള്ള ഒരു ഇൻഡിക്കേഷനാണിത്. ഇത് ഇവിടെയാണ് നമ്മൾ ഈ കൺട്രോളൊക്കെ വരുന്നത്. നമ്മൾ തന്നെ ചെയ്യാണ് വേണ്ടത്. അതെ, ഇത് നമുക്ക് മാനുവലി, നമുക്ക് ഇതിന് മാനുവലി ഇവിടെ ഒരു ഡോട്ട് കാണാം. ഈ ഡോട്ടിന് നേരെ നമുക്ക് കോഴിക്ക് ആവശ്യമായിട്ടുള്ള എത്ര ടെമ്പറേച്ചർ ആണോ വെക്കേണ്ടത് ആ ടെമ്പറേച്ചർ കൊടുക്കുക. ആ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഇത് ഓണാക്കുന്ന സമയത്ത് ഈ ലൈറ്റ് കത്തുന്നതാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. 70 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ടെമ്പറേച്ചറാണ് വരുന്നത്. പിന്നെ കോഴിക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ടിൽ എത്ര വരണം, ഒരു നോർമലാണെങ്കിൽ ഒരു 32-33 ഡിഗ്രിയൊക്കെയാണ് നോർമൽ ക്ലൈമറ്റിൽ കോഴിക്ക് വരേണ്ടത്, ഒരു 30-32 ഇടയ്ക്ക്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടെമ്പറേച്ചർ കോഴിക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 30-32 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിവൈസ് കട്ടാവുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ 2 ലൈറ്റ് ഇതിൻ്റെ കൂടെ 2 ലൈറ്റ് കൊടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ലൈറ്റ് റേഡിയേഷൻ തന്നെയാണ് ഇൻഫ്രാറെഡ് വരുന്നത്. പക്ഷേ നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് അല്ല വരുന്നത്. ലൈറ്റ് വരുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി അതിന് ഇപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ കോഴിക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കൂടുതൽ ഫീഡ് എടുക്കുകയും അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ പ്രോപ്പറായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ ലൈറ്റ് കൊടുക്കുന്നത്. അത് ഈ താഴ്ഭാഗത്ത് കൊടുക്കാൻ കാരണം ഇതിൻ്റെ ഷെയ്ഡ് ഒരിക്കലും കോഴിയിലേക്ക് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് താഴെയായിട്ട് ബൾബ് സെറ്റ്. അതിനെക്കൊണ്ട് ചൂടല്ല ഉദ്ദേശിക്കുന്നത്, ചൂടല്ല, ജസ്റ്റ് ലൈറ്റ് മാത്രം. 9 വാട്ട്സിന്റെ 2 ബൾബുകൾ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ, LED ലൈറ്റുകൾ കൊടുത്തു. ബാക്കിയൊക്കെ വരുന്നത് നിങ്ങളുടെ ഈ ഒരു ഡിവൈസ്. അതെ. പിന്നെ ഈ ഇൻഫ്രാറെഡിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് വെള്ളം, അതേപോലെ തന്നെ മീറ്റ്, ബ്ലഡ്, ഇങ്ങനത്തെ സാധനങ്ങളാണ് പെട്ടെന്ന് ഹീറ്റ് ചെയ്യുക. നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗവിലൊക്കെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമാണ് ആദ്യം ചൂടാകുന്നത്, അതിനുശേഷം ആയിരിക്കും പാത്രം ചൂടാകുന്നത്. അതേപോലെ തന്നെ നമ്മളിത് കൈ വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു ലേശം വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളമായിരിക്കും ആദ്യം ചൂടാവുക. എയർ ചൂടാവുന്നതിനേക്കാളും മുമ്പേ നമ്മുടെ കൈയോ ഇല്ല വെള്ളമായിരിക്കും ചൂടാവുക. അതുകൊണ്ട് തന്നെ
അത്രേ എനർജി കൺസംഷൻ വരുന്നുള്ളൂ. മിസ്സായി ഇൻഫ്രാറെഡ് പോവില്ല മിസ്സായി പോകുന്നില്ല. ഇപ്പം നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ അപ്പം കൈ വെച്ച് കഴിഞ്ഞാൽ കൈ ചൂടാവും. കൈ ചൂട് വരുന്നില്ലേ? ഇത് നേരെ താഴെ പക്ഷെ ഒന്നും കാണാനില്ല, ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണാനുമില്ല. അടിപൊളി. അതാണ് ഇൻഫ്രാറെഡിന്റെ പ്രത്യേകത. നല്ല കറക്റ്റ്, നല്ല ചൂടുണ്ട്. നല്ല നമുക്ക് ഈ ചൂട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മുകളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിൽ ഹീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഒരു കോഴിക്ക് സാധാരണ നമ്മുടെ നോർമൽ കേരളത്തിലെ ക്ലൈമറ്റ് അനുസരിച്ച് 1 വാട്ട്സ് മുതൽ 1.25 വാട്ട്സ് വരെയാണ് നമ്മുടെ നോർമൽ കണ്ടീഷനിൽ കൊടുക്കേണ്ടി വരിക. പക്ഷേ അത് മഴക്കാലങ്ങളിലാകുമ്പോൾ അത് ഏകദേശം ഒരു 1.5 വാട്ട്സ് വരെ ആ ചൂട് ലഭിക്കേണ്ട അവസരം ഉണ്ടാവും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത്, തണുപ്പുള്ള സമയത്ത് അത് ഏറ്റക്കുറച്ചിലുണ്ടാവും. ഇത് നമ്മൾ ബൾബിലാണെങ്കിൽ ഇത് കൊടുക്കുന്നതെങ്കിൽ ബൾബിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവും. അത് വേനൽക്കാലത്തും മഴക്കാലത്തും എല്ലാം ഒറ്റ ലെവലിൽ തന്നെയാണ്. അന്നേരം നമ്മുടെ ഇൻഫ്രാറെഡിലാകുമ്പോൾ നമുക്കതൊരു കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളിംഗ് ഡിവൈസ് ഉണ്ട്, സെൻസർ ഉപയോഗിച്ചിട്ടുള്ള. അതുകൊണ്ട് തന്നെ അത് ഹീറ്റ് നമ്മുടെ പുറത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള കോഴിക്ക് ആവശ്യം അനുസരിച്ചുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ബ്രൂഡർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോസേട്ടൻ ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ജോസേട്ടൻ, ഈ ഒരു ബ്രൂഡർ വെച്ചതിന് ശേഷമുള്ള മാറ്റങ്ങൾ എങ്ങനെയുണ്ട്? ഈ ബ്രൂഡർ വെച്ചതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന്, പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ മോർട്ടാലിറ്റി വളരെ കുറവാണ്. ഇതിൻ്റെ ചൂട് കൃത്യമായി തുല്യമായി ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന 500 കോഴിക്കുഞ്ഞുങ്ങൾക്കും തുല്യമായി ലഭിക്കുന്നു എന്നുള്ളത് അതിൻ്റെ അത് പ്രധാനപ്പെട്ട കാര്യം. മറ്റേ നമ്മൾ ഫിലമെൻ്റ് ബൾബാണ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫിലമെൻ്റ് ബൾബ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് കൃത്യമായി എല്ലാ കോഴികൾക്കും കിട്ടില്ല. കിട്ടാത്തതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ ഒന്നിനു മീതെ ഒന്നായി അട്ടിയായി കിടക്കും. അങ്ങനെ അട്ടിയായി കിടക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കൂടും. അപ്പോൾ അതിനെ നന്നായി കൺട്രോൾ ചെയ്യാൻ ഈ സിസ്റ്റത്തിന് കഴിയും. മറ്റൊന്ന് പറയുന്ന ഈ ബൾബ്, ഇപ്പോഴത്തെ ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വാട്ടിൻ്റെ ബൾബ് 5 എണ്ണമാണ് ഞങ്ങൾ ഒരു ബോർഡറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു ബാച്ചിന് പോലും ചിലപ്പോൾ ഒരു ബൾബ് കിട്ടില്ല. ബൾബ് മേടിച്ചിട്ട് എൻ്റെ അടുത്ത് 2 ചാക്ക് ബൾബ് ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മടുത്തിട്ടാണ് പറഞ്ഞതിന് ജോബിയെ പിന്നെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താം എന്ന് പറയുണ്ടായത്. ഇതിൻ്റെ കറണ്ടൊക്കെ എങ്ങനെയാണ് ചാർജ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? സാധാരണ നമ്മളൊരു ബ്രൂഡർ ഉപയോഗിക്കുമ്പോൾ 500 കോഴിക്കുള്ള ഒരു ബ്രൂഡ് കൺവെൻഷണൽ ആയിട്ടുള്ള ബൾബ് ഉപയോഗിക്കുന്ന സമയത്ത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സമയത്ത് 500 വാട്ട്സിൻ്റെ ബൾബാണെന്നുണ്ടെങ്കിൽ 12 യൂണിറ്റ് കൺസംഷനാണ് വരിക. അത് നേരെ മറിച്ച് നമ്മുടെ ഇൻഫ്രാറെഡ് ബ്രൂഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സമയത്ത് 8 യൂണിറ്റാണ് അതിൻ്റെ കൺസംഷൻ വരിക. ഏകദേശം 4 യൂണിറ്റ് ഒരു 500 കോഴിയുടെ ബ്രൂഡിംഗ് സ്പേസിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും. 500 കോഴി? അതെ, 500 കോഴിയുടെ ഇതിൽ. ഓക്കെ, അങ്ങനെ കൂടുതൽ നമ്മൾ കോഴിയുടെ എണ്ണം എടുക്കുന്ന അനുസരിച്ച് നമുക്ക് അതിന്റെ വലിയ ലാഭം കിട്ടും. അത് വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നമുക്ക് ബ്രൂഡിങ്ങിന്റെ യൂണിറ്റ് കൺസംഷൻ കുറവാണ് വരിക. ഇത് മഴക്കാലത്തെ ഒരു കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന്റെ പ്രൈസിലേക്ക് കടക്കുമ്പോഴോ? ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 500 കോഴിക്കുള്ള ഒരു ബ്രൂഡറിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ടാക്സ് അടക്കം 4500 രൂപയാണ് വരുന്നത് ഒരെണ്ണത്തിന്റെ. പിന്നെ ഇതിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ബ്രൂഡറുകളും നമുക്കുണ്ട്. അങ്ങനെയുണ്ടോ? അതെ, അത് നമ്മുടെ ടെക്നോളജി ഒക്കെ കൊണ്ടുവന്നു. അതെ, പുതിയ ടെക്നോളജി ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ ചൂട് ക്രമീകരിക്കാനുള്ള സിസ്റ്റവും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ദൂരെ നിന്നിട്ടൊക്കെ ഇതിന്റെ ചൂടൊക്കെ അറിയാൻ പറ്റും നമുക്ക്. അതെ, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് വരെ ഈ സിസ്റ്റം നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് ഇൻഫ്രാറെഡ് ബ്രൂഡറിന്റെ വിശേഷങ്ങൾ, ഇതിന്റെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? നല്ല ഭംഗിയായിട്ട് തന്നെ ജോബിന് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.